നമസ്കാരം, ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പള്ളി ചൊക്കന റോഡിലെ മുപ്പിളി ആശുപത്രിക്ക് സമീപം കാട്ടാനകൾ ഇറങ്ങി. റോഡിൽ 1 മണിക്കൂറോളം നിലയുറപ്പിച്ച ആനകളെ വനപാലകരും തോട്ടം തൊഴിലാളികളും ചേർന്നാണ് കാട്ടിലേക്ക് കയറ്റിവിട്ടത്. നെന്മണിക്കര AKMC UP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തെ തുടർന്ന് തൃശൂർ DCCയിൽ പോസ്റ്റർ വിവാദം തുടരുന്നു. TN പ്രതാപനെതിരെയും പോസ്റ്റർ പതിച്ച് പ്രതിഷേധം. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിനു സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്ക് ലോറി മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ഭരണകക്ഷിയിലെ പഞ്ചായത്ത് അംഗം കമ്മിറ്റി യോഗത്തിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. പാലപ്പള്ളി ചൊക്കന റോഡിലെ മുപ്പിളി ആശുപത്രിക്ക് സമീപം കാട്ടാനകൾ ഇറങ്ങി. റോഡിൽ 1 മണിക്കൂറോളം നിലയുറപ്പിച്ച ആനകളെ വനപാലകരും തോട്ടം തൊഴിലാളികളും ചേർന്ന് കാട്ടിലേക്ക് കയറ്റിവിട്ടു. രാവിലെ 9 മുതൽ തന്നെ റോഡ് വശത്തെ കാട് പിടിച്ച ഭാഗങ്ങളിൽ ആനകൾ മേയുന്നുണ്ടായിരുന്നു. ഇതോടെ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിലെ മുപ്പിളിയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വനപാലകർ ഇവിടെ എത്തിയിരുന്നു. 11 മണിയോടെ കാട്ടാനകൾ റോഡിലിറങ്ങി. ചില സമയങ്ങളിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ഏറെ പണിപ്പെട്ടാണ് തോട്ടം തൊഴിലാളികളും വനപാലകരും ചേർന്ന് ഇവയെ കാട് കയറ്റിയത്. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രദേശത്തേക്ക് വീണ്ടും കാട്ടാനകൾ എത്തിയത് തോട്ടം തൊഴിലാളികളെയും പ്രദേശവാസികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിനു സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്ക് ലോറി മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. ഇടതുവശത്തുകൂടെ പോവുകയായിരുന്ന ബൈക്ക് യാത്രികർ ഡിവൈഡറിന്റെയും ലോറിയുടെയും ഇടയിൽ കുരുങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ബൈക്കും യാത്രക്കാരെയും ഏതാനും മീറ്റർ വലിച്ചിഴയ്ക്കുന്നതും കാണാം. മലപ്പുറം വെളിയങ്കോട് തെരുവത്ത് വീട്ടിൽ മജീദിന്റെ മകൻ 20 വയസ്സുള്ള മത്സൂഖാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തൃശൂർ അണ്ടത്തോട് കൊപ്ര വീട്ടിൽ റസാഖിന്റെ മകൻ 20 വയസ്സുള്ള അജ്മലിന് പരിക്കേറ്റിരുന്നു. ഞായറാഴ്ച രാത്രി 10:45 സംഭവം. എറണാകുളത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളായ ഇരുവരും പെരുന്നാൾ പ്രമാണിച്ച് വീടുകളിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം ഉണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മത്സൂഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ അജ്മലിന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി. മത്സൂഖിന്റെ സംസ്കാരം നടത്തി. റുമേലയാണ് മത്സൂഖിന്റെ മാതാവ്. സഹോദരങ്ങൾ മാജിദ, ജംഷി. നെന്മണിക്കര AKMC UP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു മുഖ്യാതിഥിയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ, അജിത രാജീവൻ, പോൾസൺ തെക്കുംപിടിക, PTA പ്രസിഡന്റ് KR പ്രജീഷ്, പ്രീതി നാരായണൻ, KV ഷാജു, ഭദ്ര മനു, ബിന്ദു ശശീന്ദ്രൻ, മദർ സോഫി പെരേപ്പാടൻ, മുഹമ്മദ് നിസാർ, VR സുരേഷ്, K രാമൻകുട്ടി, ജോസ് പാറയ്ക്കൽ, പ്രധാന അധ്യാപിക സിന്ധു മേനോൻ എന്നിവർ സംസാരിച്ചു. വളരെ പിന്നണിയിലേക്ക് തള്ളപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അതിനെല്ലാം ജീവിച്ച് ഘട്ടഘട്ടമായി മികച്ച പ്രവർത്തനങ്ങളിലൂടെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ മാറാൻ കഴിഞ്ഞു, മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനം സ്കൂളുകളുടെ ഭൗതിക പശ്ചാത്തലം വികസിപ്പിക്കലാണ്, അത് ഒതുക്കിയെടുക്കലാണ്. ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കേരളത്തിലാകെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെയും വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന കുറവുകൾ അത് നമ്മുടേതാണ്, പൊതുസമൂഹത്തിൻ്റെതാണ്. ആ കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ
ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റു ബഹുജനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടി നമ്മുടെ സ്കൂളുകളുടെ, പ്രത്യേകിച്ച് ഗ്രാമീണ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ നമ്മുടെ വിദ്യാലയങ്ങളാകെ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു യജ്ഞമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതി പണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലേക്ക് ഒരു ടോയ്ലറ്റ് ബ്ലോക്കും, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് 7,22,191 രൂപ ചെലവഴിച്ചുകൊണ്ട്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ പിക്കപ്പ് വാനിടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 അപകടം. അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കർണാടകത്തിൽ നിന്നും തക്കാളിയുമായി എറണാകുളത്തേക്ക് പോയിരുന്ന പിക്കപ്പാണ് ചരക്ക് ലോറിയിൽ ഇടിച്ചത്. പിക്കപ്പിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ഭരണകക്ഷിയിലെ പഞ്ചായത്ത് അംഗം കമ്മിറ്റി യോഗത്തിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു. 10ാം വാർഡ് അംഗം ടീന തോബിയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധമുയർത്തിയത്. പ്രസിഡന്റിന്റെ 9ാം വാർഡിൽ പുനരുദ്ധരിക്കേണ്ട തോടിന്റെ പേരിൽ 10ാം വാർഡിൽ കഴിഞ്ഞ വർഷം പാർശ്വഭിത്തി പുനരുദ്ധരിച്ച മൂക്കണാംചാൽ തോട്ടിൽ നിർമ്മാണം നടത്തുകയായിരുന്നുവെന്ന് ടീന ആരോപിച്ചു. 3 വർഷം കാലാവധിയുള്ള ചകിരിവല വെറുതെ നീക്കം ചെയ്ത് പുതിയത് സ്ഥാപിച്ചതുവഴി സർക്കാരിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. തന്റെ വാർഡിലെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനവും നഷ്ടപ്പെടുത്തിയെന്ന് ടീന ആരോപിച്ചു. 10ാം വാർഡിൽ പകൽ വീട് നിർമ്മാണത്തിന് ഉപാധികളോടെ നൽകിയ NOC ജില്ലാ പഞ്ചായത്ത് നിരാകരിച്ചതിനെ തുടർന്ന് പകൽ വീട് നിർമ്മാണം മുടങ്ങിയതിലും ടീന തോബി യോഗത്തിൽ പ്രതിഷേധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തെ തുടർന്ന് തൃശൂർ DCCയിൽ പോസ്റ്റർ വിവാദം തുടരുന്നു. TN പ്രതാപനെതിരെയും പോസ്റ്റർ പതിച്ച് പ്രതിഷേധം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ TN പ്രതാപനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് പോസ്റ്ററിൽ ആവശ്യമുണ്ട്. RSS സംഘപരിവാർ ഏജന്റ് TN പ്രതാപനെ ഒറ്റപ്പെടുത്തുക, മണലൂർ കണ്ട് പനിക്കേണ്ട പ്രതാപ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററിലുള്ളത്. TN പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമെന്നും പോസ്റ്ററിൽ കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി അന്വേഷിക്കാൻ 3-അംഗ സമിതി ഇന്ന് DCCയിൽ തെളിവെടുപ്പിനെത്തിയതിനിടെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം തൃശൂരിലെ പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി പ്രവർത്തകരാകാൻ ഇടയില്ലെന്ന് VK ശ്രീകണ്ഠൻ അറിയിച്ചു. കർശന നിർദ്ദേശത്തിന് ശേഷവും പോസ്റ്റർ ഒട്ടിച്ച സാഹചര്യം പരിശോധിക്കുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. വൈസ്മൻ ഇന്റർനാഷണൽ നന്ദിക്കര ജംഗ്ഷൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും നന്ദിക്കര തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് മധുസൂദനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അനിത ബെന്നി ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഭരതൻ PC, സെക്രട്ടറി ബിജു പയ്യപ്പള്ളി, ട്രഷറർ ജോയ് തെക്കേക്കര എന്നിവരെ തെരഞ്ഞെടുത്തു. ബാബു P മഞ്ഞളി, സെക്രട്ടറി ജോമി ജോൺ, ഗായകനും അഭിനേതാവുമായ ശ്രീകുമാർ നന്ദിക്കര, ബെന്നി വടക്കൻ, വിജയകുമാർ പുതുക്കാട്ടിൽ, റിജു ഞെളിയത്ത് എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അന്താരാഷ്ട്ര യോഗാസന മത്സര വിജയികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ 83ാം ചരമവാർഷിക ദിനാചരണം BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ RV സ്മാരക മന്ദിരം പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. BKMU പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷനായിരുന്നു. നെന്മണിക്കര ലോക്കൽ സെക്രട്ടറി NJ ജിലജേഷ് സ്വാഗതം പറഞ്ഞു. AIDRM മണ്ഡലം ജോയിന്റ് സെക്രട്ടറി VA വിജയൻ, PT രാജേഷ്, KC മാധവൻ, രാജൻ പാലാഴി എന്നിവർ സംസാരിച്ചു. നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. മാളിയേക്കൽ തറവാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നാണ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടന്നത്.
ശ്രീകൃഷ്ണ ജന്മോത്സവം, പൂതനാമോക്ഷം, ഉലൂഖല ബന്ധനം, വൃന്ദാവന പ്രവേശം തുടങ്ങിയ കഥാഭാഗങ്ങൾ പാരായണം ചെയ്തു. 7-ാം ദിവസമായ ബുധനാഴ്ച ഉദ്ധവോപദേശം, ബദരീയാത്ര, ബലരാമ സ്വർഗാരോഹണം, ശ്രീകൃഷ്ണ സ്വധാമഗമനം, കലിയുഗ വർണ്ണന, കൽക്കി അവതാരം, പ്രളയങ്ങൾ തുടങ്ങിയ കഥാഭാഗങ്ങൾ പാരായണം ചെയ്യും. തത്തനപ്പള്ളി കൃഷ്ണയ്യരാണ് യജ്ഞാചാര്യൻ. വ്യാഴാഴ്ച പ്രതിഷ്ഠാദിന ഉത്സവം നടക്കും. വിശേഷാൽ പൂജകൾ, ക്ഷേത്ര ചടങ്ങുകൾ, രാവിലെ 11-ന് പുറത്തേക്കെഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 12:30-ന് അന്നദാനം എന്നിവ നടക്കും. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തന്ത്രി വടക്കേടത്തുമന ഹരി നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. ഭീഷ്മപുത്രിയായ വൈദർഭിയെ രുക്മിണി എന്നുള്ള പേര് പോലും പറഞ്ഞില്ല. ഭീഷ്മന്റെ മകൾ വിദർഭ രാജകുമാരി. ആ കുട്ടിയെ സുഖമായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് പരീക്ഷിക്കാണ് അതങ്ങനെ ചുരുക്കിയ പോരാ എന്ന് പറയാൻ കാരണമായത്. ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പരീക്ഷിക്കുന്നു അറിയാം. പരീക്ഷിച്ച് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, രാക്ഷസേന വിധാനേന ഉപയേവ ഈശ്വരം. രാക്ഷസ വിധിയാണെന്നമാണ് കൃഷ്ണൻ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. രാക്ഷസവിധി എന്നുള്ളത് ക്ഷത്രിയന്മാർക്ക് മാത്രമുള്ള വിവാഹവിധിയാണ്. വിവാഹവിധികൾ പലതുണ്ട്. ബ്രാഹ്മം, ക്ഷത്രിയം, ബ്രാഹ്മൺ. അർമേനിയയിൽ അനധികൃതമായി കസ്റ്റഡിയിലായിരുന്ന യുവാവിനെ വിട്ടയച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇരിഞ്ഞാലക്കുട ചെമ്പിൽ മുകുന്ദന്റെയും ഗീതയുടെയും മകൻ വിഷ്ണുവിനെയാണ് അർമേനിയയിൽ ഹോസ്റ്റൽ ഉടമ ബന്ദിയാക്കിയതായി അമ്മ പരാതിപ്പെട്ടത്. സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് മുഖേന നോർക്കയ്ക്കും മുഖ്യമന്ത്രിക്കും ഇവർ പരാതി നൽകിയിരുന്നു. എംബസിയിൽ നിന്നും നോർക്കയിൽ നിന്നും വിഷ്ണുവിന്റെ മോചനത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നതിന്റെ ഫലമായി വിഷ്ണുവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു. വിഷ്ണു ഇപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം യരാന നഗരത്തിൽ താമസ സ്ഥലത്ത് സുരക്ഷിതനാണ്. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ വിഷ്ണുവുമായി സംസാരിച്ചു. തനിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വിഷ്ണു അറിയിച്ചതായി അബ്ദുൽ ഖാദർ പറഞ്ഞു. പടിയൂർ പഞ്ചായത്ത് അംഗത്തിനെ കാപ്പ ചുമത്തി നാടുകടത്തി. പടിയൂർ പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ ശ്രീജിത്ത് മണ്ണായിയെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. BJP അംഗമായ ശ്രീജിത്ത് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പൊറുത്തുശ്ശേരി ഹെൽത്ത് സെന്ററിൽ വെച്ച് വനിതാ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. മുൻപും ഇയാൾക്കെതിരെ വധശ്രമ കേസുകൾ നിലവിലുള്ള സാഹചര്യത്തിലാണ് റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കാട്ടൂർ ഇൻസ്പെക്ടർ ജസ്റ്റിൻ PP ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DIG അജിത ബീഗമാണ് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. 6 മാസക്കാലത്തേക്കാണ് ശ്രീജിത്തിനെ കാപ്പ ചുമത്തി നാടുകടത്തിയിരിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവരിൽ ഈ വർഷത്തെ SSLC+2 സ്റ്റേറ്റ് സിലബസ് CBSE ICSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+A1 നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. ഇതിനുവേണ്ടി കുട്ടികളുടെ ഫോട്ടോ, മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി എന്നിവ വാർഡ് മെമ്പർമാർ മുഖേന പഞ്ചായത്തിൽ നൽകണമെന്ന് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9633 882818 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6620 രൂപയും പവന് 52,960 രൂപയും രേഖപ്പെടുത്തി. തിരുത്തിമുറ്റം വൈറോണി ഭാര്യ കാളി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ വേലായുധൻ, തങ്കമണി, ബാബു. മരുമക്കൾ രേഖ, വേലായുധൻ, ഭാസ്കരൻ. വെണ്ടോർ കൊട്ടേക്കാട്ടുകാരൻ ദേവസി ഭാര്യ ത്രേസ്യക്കുട്ടി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മക്കൾ ലീന, ഗീത, ലാലി, ഷാജു. മരുമക്കൾ പരേതനായ ജോണി, ബൈജു, പരേതനായ വിൽസൺ, ജാൻസി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പള്ളി ചൊക്കന റോഡിലെ മുപ്പിളി ആശുപത്രിക്ക് സമീപം കാട്ടാനകൾ ഇറങ്ങി. റോഡിൽ 1 മണിക്കൂറോളം നിലയുറപ്പിച്ച ആനകളെ വനപാലകരും തോട്ടം തൊഴിലാളികളും ചേർന്നാണ് കാട്ടിലേക്ക് കയറ്റിവിട്ടത്.
നെന്മണിക്കര AKMC UP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉച്ചഭക്ഷണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെയും ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തെ തുടർന്ന് തൃശൂർ DCCയിൽ പോസ്റ്റർ വിവാദം തുടരുന്നു. TN പ്രതാപനെതിരെയും പോസ്റ്റർ പതിച്ച് പ്രതിഷേധം. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിനു സമീപം ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. വലതുവശത്തുകൂടി പോവുകയായിരുന്ന ചരക്ക് ലോറി മുന്നറിയിപ്പ് നൽകാതെ ഇടതുവശത്തേക്ക് ട്രാക്ക് മാറിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഴിമതി ആരോപിച്ച് ഭരണകക്ഷിയിലെ പഞ്ചായത്ത് അംഗം കമ്മിറ്റി യോഗത്തിൽ പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10 മണിക്ക്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.